63 സീറ്റിൽ തലപുകഞ്ഞ് കോൺഗ്രസ്. ഇന്നത്തെ മനോരമയിലെ രസകരമായ ഒരു വാർത്തയുടെ തലക്കെട്ടാണ്. ജോജി സൈമൺ വക ബൈലൈൻ വാർത്ത ഇങ്ങനെ തുടങ്ങുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പറഞ്ഞ ആ 63 സീറ്റുകൾ ഏതെന്ന ചർച്ചയിൽ കോൺഗ്രസ് പറഞ്ഞത് പൂർത്തിയാക്കാൻ യോഗത്തിൽ സതീശന് കഴിഞ്ഞില്ല. എന്തൊരു കഷ്ടമാണെന്ന് നോക്കൂ. സത്യത്തിൽ ഇങ്ങനെ ഒരു ഇൻട്രോയിൽ തുടങ്ങുന്ന വാർത്തയുടെ തലക്കെട്ട് ഇതല്ല വേണ്ടത്. ഗ്രൂപ്പ് പോരിൽ കത്തിപ്പുകയുകയാണ് കോൺഗ്രസ്. സ്വന്തം പാർട്ടിയെ അധികാരത്തിൽ തിരിച്ചെത്തിക്കാൻ തൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയം പറഞ്ഞു പൂർത്തിയാക്കാൻ പോലും പ്രതിപക്ഷ നേതാവിന് കഴിയാത്ത വിധം പ്രക്ഷുബ്ധമാണ് കോൺഗ്രസിലെ സ്ഥിതി. ഇവരെങ്ങനെയാണ് കേരള വികസനത്തെക്കുറിച്ചുള്ള ഒരു ആശയം ചർച്ച ചെയ്തു തീരുമാനിക്കുക? കഴിഞ്ഞ ദിവസം കൂടിയ KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതിയിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിച്ച് അധികാരം പിടിക്കാൻ ഒരു പദ്ധതി വി ഡി സതീശൻ അവതരിപ്പിക്കാൻ ഒരുങ്ങി. 63 സീറ്റിൽ ശ്രദ്ധിക്കണമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത്. 2021 ജയിച്ച 21 സീറ്റുകൾ കയ്യിലുണ്ട്. അവ നിലനിർത്തണം. വേറെ 42 സീറ്റ് പിടിച്ചെടുക്കുകയും വേണം. പിടിച്ചെടുക്കേണ്ട സീറ്റുകളുടെ പട്ടികയും അദ്ദേഹത്തിന്റെ പോക്കറ്റിലുണ്ടായിരുന്നു. പക്ഷെ അത് എടുക്കാനോ വായിക്കാനോ AP അനിൽകുമാർ MLA സമ്മതിച്ചില്ലത്രേ. അങ്ങനെ ഇപ്പോൾ ഇലക്ഷൻ തന്ത്രം താൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കണ്ട എന്നോ മറ്റോ പറഞ്ഞ് അനിൽകുമാർ ചാടി എണീറ്റത്രേ. അതോടെ വി ഡി സതീശൻ പ്രസംഗം നിർത്തി. പട്ടിക പറയാൻ നേതാക്കൾ ആവർത്തിച്ച് നിർബന്ധിച്ചിട്ടും സതീശൻ സാർ വഴങ്ങിയതുമില്ല. അതോടെ ആകെ സസ്പെൻസ്. അതിനിടയിൽ ജോജിയുടെ വക ഒരു ഭയങ്കര വെളിപ്പെടുത്തൽ. സതീശൻ സാറിന്റെ പട്ടികയിലുള്ള ആ 42 മണ്ഡലങ്ങൾ ഏതൊക്കെയായിരിക്കും എന്നറിയാൻ CPMനും ഭയങ്കര ആഗ്രഹമുണ്ടത്രേ. അങ്ങനെ കേരളം മുഴുവൻ ഒരു ആകാംക്ഷ പരന്നിരിക്കുകയാണ്. ഏതൊക്കെയാണ് സതീശൻ പട്ടികയിലെ ആ 42 സീറ്റുകൾ? എവിടെ തിരിഞ്ഞാലും ആ ചോദ്യം മാത്രം. സത്യത്തിൽ ഇതിലിത്ര സസ്പെൻസിന്റെ കാര്യമുണ്ടോ? 2001 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചത് 63 സീറ്റിലാണ്. എല്ലാവരും ചേർന്ന് ആ 63 എത്തിപ്പിടിക്കണമെന്നേ വി ഡി സതീശൻ ഉദ്ദേശിച്ചുള്ളൂ. അതിനാണ് ആ പാവത്തിന്റെ കൊരവള്ളിക്ക് പിടിച്ച് പ്രസംഗം നിർത്തിച്ചത്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കൂ. 2026 അടുത്ത തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ വി ഡി സതീശൻ കോൺഗ്രസ് നേതാക്കൾക്ക് മുമ്പിൽ വെക്കുന്ന ലക്ഷ്യം ഇതാണ്: 2001 സ്ഥിതി വീണ്ടെടുക്കണം. എന്ന് വെച്ചാൽ 1/4 നൂറ്റാണ്ടിന് മുമ്പുള്ള അവസ്ഥയിലേക്കാണ് മടങ്ങേണ്ടത്. കോൺഗ്രസിന് CPMനേക്കാൾ MLAമാരെ കിട്ടിയ അവസാന തെരഞ്ഞെടുപ്പായിരുന്നു 2001. അന്ന് കോൺഗ്രസിന് 63, CPMന് 24. 2006 മുതൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം വല്ലാതെ മാറി. 2006 CPMന് 65, കോൺഗ്രസിന് 24 എന്നായി സ്ഥിതി. 5 വർഷം കൂടുമ്പോൾ ആവർത്തിക്കുന്ന പ്രതിഭാസം എന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷെ 2011 ഫലം സ്ഥായിയായ ഒരു രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയായിരുന്നു. UDFന് ഭൂരിപക്ഷം കിട്ടിയെങ്കിലും CPM ആയിരുന്നു സഭയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. CPMന് 45, കോൺഗ്രസിന് 38. അതായിരുന്നു സഭയിലെ അംഗബലം. മലപ്പുറം, എറണാകുളം ജില്ലകളുടെ മാത്രം ബലത്തിലായിരുന്നു ആ ടേമിൽ UDF അധികാരം പിടിച്ചത്. ഈ 2 ജില്ലകൾ മാറ്റി നിർത്തിയാൽ LDFന് 64, UDFന് 47 എന്നായിരുന്നു അന്നത്തെ കക്ഷിനില. 2016 ആയപ്പോഴേക്കും മലപ്പുറവും എറണാകുളവും ഉൾപ്പെടെ 47 സീറ്റേ ഉള്ളൂ UDFന്. അതായത് മലപ്പുറം, എറണാകുളം ജില്ലകളുടെ മാത്രം മേൽക്കൈ കൊണ്ട് കേരള ഭരണം പിടിക്കാൻ UDFന് ഇനി കഴിയില്ല. 2001 LDFന് മലപ്പുറത്തും എറണാകുളത്തും ഓരോ സീറ്റ് വീതമേ ഉണ്ടായിരുന്നുള്ളൂ. 2021 ഈ 2 ജില്ലകളിലും കൂടി LDFന് 9 സീറ്റുകളുണ്ട്. ഇവയടക്കം തിരിച്ചു പിടിച്ചാലേ 2001 സ്ഥിതിയിലേക്ക് UDFന് മടങ്ങാനാവൂ. സതീശൻ സാറിന്റെ പ്ലാനൊക്കെ കൊള്ളാം. പക്ഷെ സംശയം ഇതാണ്: നിലവിലുള്ള കോൺഗ്രസ് നേതാക്കൾ കൂട്ടിയാൽ കൂടുന്ന കാര്യമാണോ ഇത്? 2001 K കരുണാകരൻ, AK ആന്റണി, ഉമ്മൻചാണ്ടി, KM മാണി തുടങ്ങിയവരൊക്കെ സജീവമായിരുന്ന UDF ആണ്. 25 കൊല്ലം കഴിയുമ്പോൾ കരുണാകരനും ഉമ്മൻചാണ്ടിയും ഇല്ല. തിരഞ്ഞെടുപ്പ് നയിക്കാനുള്ള ആരോഗ്യം ആന്റണിക്കുമില്ല. KM മാണിയുടെ പാർട്ടി LDFലും. അതായത് 70കൾ മുതൽ കേരള രാഷ്ട്രീയം വലതുപക്ഷത്ത് നിന്ന് നിയന്ത്രിച്ചിരുന്നവരെല്ലാം കളമൊഴിഞ്ഞു കഴിഞ്ഞു. ദില്ലിയിൽ കോൺഗ്രസ് ഭരണവുമില്ല. നിലവിലെ ഹൈക്കമാൻഡ് ആണെങ്കിൽ അമ്മിക്കല്ലേതാ അലക്കുകല്ലേതാ എന്ന് തിരിച്ചറിയാനുള്ള മൂള പോലും ഇല്ലാത്ത അയ്യോഭാവികളും. K സുധാകരനും വി ഡി സതീശനും തമ്മിലുള്ള ചേരിപ്പോരിൽ മനം മടുത്ത് മൂക്ക് വിഴിഞ്ഞ് സങ്കടപ്പെട്ട് ഇങ്ങനെയാണെങ്കിൽ ഞാനിനി ഇങ്ങോട്ട് വരില്ലെന്ന് പറഞ്ഞത്രേ ഹൈക്കമാൻഡ് പ്രതിനിധി ദീപാദാസ് മുൻഷി. അത്രയ്ക്കുണ്ട് അവരുടെ ആജ്ഞാശക്തി. അതുകൊണ്ടാണ് സംശയം: KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും K സുധാകരനും വി ഡി സതീശനും കൂട്ടിയാൽ കൂടുന്ന ലക്ഷ്യമാണോ ഈ 63 സീറ്റ് എന്ന മാജിക്കൽ നമ്പർ? ലോക്സഭാ ഫലം കണക്കിലെടുക്കേണ്ട അത് കളി വേറെയാണ്. 2019 ലോക്സഭാ ഫലത്തിന്റെ പേരിൽ കണ്ട സ്വപ്നങ്ങളെല്ലാം 2023 തകർന്നു വീണല്ലോ. അപ്പോൾ ആ വെള്ളം നമുക്ക് വാങ്ങിവെക്കാം. എന്താണ് കോൺഗ്രസിനെ വലയ്ക്കുന്ന പ്രശ്നങ്ങൾ? പലതുണ്ട്. എങ്കിലും ആദ്യം പറയേണ്ടത് ഇതാണെന്ന് തോന്നുന്നു. ഉപജാപങ്ങൾക്കപ്പുറം മറ്റൊന്നിലും പ്രാഗൽഭ്യം തെളിയിക്കാൻ കഴിയാത്ത ഒരു സംഘത്തിന്റെ കയ്യിലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം. ഭരണ മികവ് കൊണ്ടോ സംഘാടക ശേഷി കൊണ്ടോ നവീനാശയങ്ങളുടെയോ കാഴ്ചപ്പാടുകളുടെയോ കാര്യത്തിലോ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ആദരവ് നേടിയ ഒരാളും ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലില്ല.
കൂട്ടത്തിൽ ആർക്കെങ്കിലും ഇനി അങ്ങനെ ഒരു ആദരവ് ഒപ്പിച്ചു കൊടുക്കാൻ കനകോലുവല്ല സാക്ഷാൽ ഗീബൽസ് വന്നാലും ഒരു രക്ഷയുമില്ല. സോപ്പ് കുമിളകളെക്കാൾ ആയുസ് കുറഞ്ഞ വിവാദങ്ങളിലൂടെ മാത്രം ഓരോ ദിവസവും തള്ളി നീക്കുന്നവരാണ് ഇന്ന് കോൺഗ്രസിനെ നയിക്കുന്നത്. ഭരണവിരുദ്ധ വികാരത്തെ മാത്രം ആശ്രയിച്ച് രാഷ്ട്രീയ സ്വപ്നം നെയ്യുന്നവർ. അതിൽ പോലും ഒരു മാനസിക ഐക്യത്തിലെത്താൻ അവർക്ക് കഴിയുന്നില്ല. ഓർക്കുക, സ്വന്തം പാർട്ടിയുടെ ഉന്നത സമിതിയിലാണ് വി ഡി സതീശന് പ്രസംഗം പൂർത്തിയാക്കാൻ കഴിയാതെ പോയത്. പറയാൻ ശ്രമിച്ചതോ സ്വന്തം പാർട്ടിയെ അധികാരത്തിൽ തിരിച്ചെത്തിക്കാൻ മനസ്സിൽ തോന്നിയ ഒരാശയം. അദ്ദേഹത്തിന് അത് പറഞ്ഞു പൂർത്തിയാക്കാൻ പോലും കഴിയാത്ത വിധം പ്രക്ഷുബ്ധമാണ് കോൺഗ്രസിലെ ഇന്നത്തെ സ്ഥിതി. ഇവരെങ്ങനെയാണ് കേരള വികസനത്തെക്കുറിച്ചുള്ള ഒരു ആശയം ചർച്ച ചെയ്ത് തീരുമാനിക്കുക? ഈ സ്ഥിതിയിൽ കേരള ജനതയ്ക്ക് ചെയ്യാൻ കഴിയുന്നത് ഇത്രയേ ഉള്ളൂ. നാടിന്റെ ഭാവിയും വികസനവും ഉത്തരവാദിത്തത്തോടെ കൈകാര്യം ചെയ്യുന്നവർ ആ പണി തുടരട്ടെ. സ്വന്തം പാർട്ടിയുടെ ഭാവിയെ സംബന്ധിച്ചുള്ള ഒരാശയം പോലും സഹിഷ്ണുതയോടെ കേൾക്കാൻ തയ്യാറല്ലാത്തവർ അവരിപ്പോൾ ചെയ്യുന്ന പണിയിൽ തുടരട്ടെ. ദുർബലരെങ്കിലും കാര്യപ്രാപ്തിയില്ലാത്തവരെങ്കിലും മരുന്നിനൊരു പ്രതിപക്ഷം നമുക്ക് ആവശ്യമുണ്ട്.